ഹലോ, വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആരും തന്നെ അധികം സംസാരിക്കാത്ത ഒരു കാര്യമാണ് മെൻസിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വുമൻസ് റൈറ്റിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും ഏത് ജെൻഡർ ആണെങ്കിലും നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ള സിവിൽ കോഡ് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ലോ ഉണ്ട്. എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണെന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറയുന്നത്. റീസെന്റ് വരുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് സ്ത്രീകൾക്ക് ലഭിക്കുന്ന പരിഗണനയും സംരക്ഷണവും ഒന്നും പുരുഷന്മാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനൊരു പ്യോർ എക്സാമ്പിളാണ് അതുൽ സുഭാഷിന്റെ സൂയിസൈഡ്. അതുൽ സുഭാഷ് ബാംഗ്ലൂരിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം വളരെ ബ്രില്യൻറ്റും ഇന്റലിജന്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു ഹയർ സാലറിയിലാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള പല പല ഇഷ്യൂസ് കാരണം ഈ കഴിഞ്ഞ ഡിസംബർ 9 അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ സൂയിസൈഡ് ചെയ്യാനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡിയിൽ 24 പേജുള്ള ഒരു സൂയിസൈഡ് നോട്ട് അദ്ദേഹം ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ 4 പേജ് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ളതായിരുന്നു. ബാക്കി വരുന്ന 20 പേജ് അദ്ദേഹം ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു. സോ ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന് മെയിൽ വഴി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഭാഗമായിട്ടുള്ള ഒരു NGOയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അദ്ദേഹം ഈ ഒരു സൂയിസൈഡ് നോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു 1.5 മണിക്കൂർ നീണ്ടിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ജസ്റ്റിസ് ഇസ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലക്കാർഡ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. എത്ര പേർക്ക് അറിയാം ഇതിൽ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ തന്നെയും മാരീഡ് ആയിട്ടുള്ള പുരുഷന്മാരാണ് കൂടുതലായിട്ടും ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവിടെ അതുലിന്റെ ഭാര്യയായിട്ടുള്ള നിഖില അതുലിനെതിരെ 9 വ്യാജ പരാതികളാണ് കൊടുത്തിരിക്കുന്നത്. വ്യാജ പീഡന കേസ്, എന്തിന് വ്യാജ കൊലപാതക കേസ് പോലുമാണ് അതുലിനെതിരെ ഈ ഒരു ലേഡി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിഖിലയുടെ അച്ഛൻ നാച്ചുറലി അസുഖബാധിതനായിട്ടാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുലാണ് നിഖിലയുടെ അച്ഛനെ കൊന്നു എന്നുള്ള രീതിയിൽ ഒരു വ്യാജ പരാതി പോലും ഈ ഒരു ലേഡി അതുലിനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഫിസിക്കൽ അബ്യൂസ്, ഡൗറി ചോദിച്ചു, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയേണ്ട നിരവധി വ്യാജമായിട്ടുള്ള പരാതിയാണ് അതുലിനെതിരെ ഈ ഒരു ദുഷ്ടിയായിട്ടുള്ള സ്ത്രീ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ കുറിച്ച് ആരെങ്കിലും കള്ളക്കഥകൾ മെനയുമ്പോൾ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള കേസ് കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് കോർട്ടിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റിസ് ലഭിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ കോർട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കോർട്ടിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് ഇൻസൾട്ട് ലഭിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം വിഷമമാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ. അതേപോലെ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് അതിലും പോയിക്കൊണ്ടിരുന്നത്. അതിൽ തന്റെ മാനസികാവസ്ഥ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്നുള്ളത് കോർട്ടിന്റെ മുന്നിൽ ജഡ്ജിന്റെ മുമ്പിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ നിങ്ങൾക്ക് പോയി ചത്തൂടെ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യം കേട്ടിട്ട് ഈ ഉത്തർപ്രദേശിലെ ഈ ഒരു ജഡ്ജ് ഇരിക്കുകയായിരുന്നു എന്നാണ് അതുലിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. അതിൽ കടന്നുപോയ ബുദ്ധിമുട്ട് സംസാരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലേ. അതും ജഡ്ജിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വരിക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഈ ഒരു ജഡ്ജ് ഈ ഒരു കേസ് ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നതിനായി അതുലിന്റെ അടുത്ത് 5 ലക്ഷമാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും അതിൽ ആ ഒരു കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. കൈക്കൂലി ചോദിച്ച ഈ ഒരു ജഡ്ജ് കോർട്ടിൽ ഇരുന്ന് ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ ഈ ഒരു ജഡ്ജ് എത്ര കാര്യമാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ വൈഫ് എന്ന് പറയുന്ന ഈ ഒരു ദുഷ്ടയായ സ്ത്രീ ഉണ്ടല്ലോ, അവര് അതുലിന്റെ കുട്ടിയെ കാണണമെങ്കിൽ 30 ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം കുട്ടിയെ കാണാനായിട്ട് 30 ലക്ഷം രൂപയാണ് അതുലിന്റെ അടുത്ത് ഈ ഒരു സ്ത്രീ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല കുട്ടിക്കും ഭാര്യയ്ക്കുമുള്ള ചെലവിനായിട്ട് പെർ മന്ത് 3 lakhs കൊടുക്കണം എന്ന് കൂടി ഈ ഒരു ലേഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും മാത്രമല്ല അലുമിനി ആയിട്ട് ഈ സ്ത്രീക്ക് 3 crores ആണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ അലുമിനി എന്ന് പറയുന്നത്. ഈ ഒരു എമൗണ്ട് ലഭിക്കാനായിട്ട് ഒരുപാട് സ്ത്രീകൾ റിച്ച് ആയിട്ടുള്ള പുരുഷന്മാരെ കണ്ടെത്തി വിവാഹം കഴിക്കുകയും 1-2 വർഷത്തിനുള്ളിൽ ഡിവോഴ്സ് ചെയ്ത് ഈ ഒരു എമൗണ്ടും വാങ്ങി അവരുടെ കാര്യം നോക്കി പോകുന്നത് നമ്മൾ പലപ്പോഴായിട്ട് ന്യൂസുകളിൽ കാണാറുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇവർക്ക് ഇവരെ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു എമൗണ്ടിന് വേണ്ടി കല്യാണം കഴിക്കുകയും 1-2 വർഷം കൂടെ ജീവിക്കുകയും അതിനുശേഷം എന്തെങ്കിലും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഡിവോഴ്സ് വാങ്ങി ഈ ഒരു എമൗണ്ട് വാങ്ങി അവരവരുടെ പാട്ടിന് പോകുന്നത് നമ്മൾ പലപ്പോഴായിട്ട് പല പല ന്യൂസുകളിലൂടെ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുലിന്റെ അടുത്ത് 3 crores ആണല്ലോ സ്ത്രീ അലുമിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു രീതിയിലും അതുലിനെ ജീവിക്കാൻ സമ്മതിക്കാതെ അത്രയും മെന്റലി ടോർച്ചർ ചെയ്തിട്ടാണ് അതുൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്ത്രീ മാത്രമല്ല
ഈ സ്ത്രീയുടെ വീട്ടുകാരും ചേർന്നിട്ടാണ് അതുലിനെ ഇത്രമാത്രം ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം മരിച്ചിട്ട് ഇത്രയും ഡേയ്സ് ആയിട്ടും ഇതിന്റെ കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സൂയിസൈഡ് നോട്ട് ഉണ്ടായിട്ട് പോലും യാതൊരുവിധ ആക്ഷൻസും ഇതുവരെ എടുത്തിട്ടില്ല. ഇവിടെയാണ് മെന്നിന്റെ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. അതുലിന്റെ സ്ഥാനത്ത് ഇതിപ്പോൾ ഒരു സ്ത്രീക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ വിതിൻ സെക്കൻഡ്സിനുള്ളിൽ അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ടാവുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫെമിനിസ്റ്റുകളും സോക്കോൾഡ് ജെൻഡർ ഇക്വാലിറ്റി വാരിയേഴ്സും അലമുറയിട്ടേനെ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇവരാരും ഒരു മെന്നിന്റെ റൈറ്റിന് വേണ്ടി ശബ്ദമുയർത്താത്തത് എന്ന്. ഇതൊരു അതുലിന്റെ മാത്രം കേസല്ല. ഇതുപോലെ ഒരുപാട് അതുലുമാർ ഇന്നും ഇത്തരം വ്യാജ പരാതികളിൽ വെന്തുരുകി ജീവിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നിയമം തന്നെ കൊണ്ടുവരണം. ഇതുപോലുള്ള വ്യാജ പരാതികൾ മൂലമാണ് യഥാർത്ഥ ഇരകൾക്ക് നീതി ലഭിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ അലുമിനി എന്ന് പറയുന്ന പരിപാടി തന്നെ ഇല്ലാതാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ എനിക്ക് പറയാനുള്ളത്, സൂയിസൈഡ് എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ മെന്റൽ ഹെൽത്തിനും കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഫാമിലിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള ഈ ഒരു ദുഷ്ടസ്ത്രീക്ക് മാക്സിമം പണിഷ്മെന്റ് തന്നെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.